അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലത്തെ കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് രാവിലെ എടുക്കുന്നത്. അതായത് ഇന്ന് ഇടിയപ്പവും ഒരു ഉരുളൻകിഴങ്ങ് കറിയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാവെല്ലാം ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് അത് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അതും വേവിച്ചെടുത്തതിന് ശേഷം ഒരു സവാളയും ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ചതച്ച് ഇടും. ഇത് ഇങ്ങനെ കൊത്തിപ്പൊടിച്ച് ഇടും. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെയൊക്കെ അരിഞ്ഞെല്ലാം ഇതാക്കി വെച്ച്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ മോനാണ്. രാവിലെ വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെൻ്റെ വോയിസ് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് കണ്ടുകൊണ്ടുള്ളൊരു വീഡിയോ എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി രാവിലെ വീഡിയോ എടുക്കാനായിട്ട് മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ രാവിലെ വീഡിയോ എടുത്ത് തരാമെന്ന് വെച്ചപ്പം രാവിലെ പോകണം എന്നുള്ള ബഹളത്തിൽ നിൽക്കുകയാണ്. സമയമായി എന്നുള്ള ബഹളമാണ്. അപ്പോൾ രാവിലെ ഒരു ദിവസവും നമുക്ക് രാവിലെ കാപ്പി കുടിക്കത്തില്ല. കാപ്പി ഉണ്ടാക്കി വെച്ചാൽ കാപ്പി കുടിക്കത്തില്ല. എന്നും കാപ്പി കുടിക്കാതെ പോകണം. ഞാൻ വഴക്ക് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്ന് കഴിച്ചുകൊണ്ട് പോയാലേ ഒക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞത് ഇതൊക്കെ പെട്ടെന്നായിട്ട് താമസമുള്ളതാണ്. കാരണം ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ദോശയും അപ്പം ഒരു ചുടുന്നണക്കല്ല ഇത്തിരി പാടുള്ളതാണ് ഇടിയപ്പമൊക്കെ. അത് മാവെല്ലാം ശരിയായി വന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ ആ മാവ് പിന്നെ പല ഇതായി പോവും. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നതിന് വെള്ളമൊക്കെ നല്ലവണ്ണം തിളപ്പിച്ച് അതിൻ്റെ പരുവത്തിനെടുത്തെങ്കിലേ നമുക്ക് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കോഴി കിടന്ന് വിളിക്കുന്ന എനിക്ക് വോയിസ് വീഡിയോ എടുക്കപ്പോൾ തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. വോയിസ് കൊടുക്കപ്പോൾ ഭയങ്കര കോഴിയുടെ വിളിയും ബഹളമായിട്ട് ഉള്ള സമയത്ത് ഞാനിപ്പോൾ ഇങ്ങ് മുകളിലത്തെ റൂമിലോട്ട് വന്നിരുന്നാണ് വോയിസ് കൊടുക്കുന്നത്. എന്നിട്ടും കോഴി കിടന്ന് വിളിക്കുന്നുണ്ട്. അത് ഈ കോഴി ചുമ്മാ കിടന്ന് വിളിക്കുന്നത് കാക്ക, കിളി, പിന്നെ കീരി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണപ്പോഴാണ് ഈ കോഴികൾ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പം കാക്കയും കണ്ട് വന്ന് അപ്പുറത്തെ മരത്തിലങ്ങണ്ട് ഇരുന്നതായിരിക്കും വിളിക്കുന്നത്. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറയുകയാണ്, സമയം താമസിച്ചൊന്നും ബഹളമുണ്ടെന്ന് പറഞ്ഞില്ല, സമാധാനപ്പെട്ട് എന്തായാലും നീ കഴിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ കളഞ്ഞിട്ട് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പെട്ടെന്നല്ല നമുക്ക് ഇടിയപ്പം ഉരുളൻകിഴങ്ങ് കറിയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കടുക് ഇട്ട് പൊട്ടിച്ച് നമുക്ക് ഇനി സവാളയും തക്കാളിയും എല്ലാം കൂടെയൊക്കെ നമുക്ക് വാട്ടിയെടുക്കാം. ഉരുളൻകിഴങ്ങ് അവിടെ വേവിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറൊന്നും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളെ പ്രിയപ്പെട്ട കമൻറ്റുകൾ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ഇടാനും മറക്കണ്ട. പിന്നെന്താണ് എന്ന് പറയുമ്പം എനിക്ക് ഉച്ചയ്ക്കൊന്നുള്ള വീഡിയോ എടുക്കാനുള്ള സമയമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിന്ന് നമ്മളെ കുമിൽ പഞ്ചായത്ത് വരെ ഒന്ന് പോവേണ്ടി വരും. ഞാനും നമ്മളെ പ്രസിഡൻറ്റ് ജാസ്മിനും കൂടെ പോകണം. നമ്മളെ കുടുംബശ്രീയുടെ ഗ്രൂപ്പിൽ 2 പേര് മാറിപ്പോകുന്നുണ്ട്. ഒരാൾ ദൂരമുള്ള ആളാണ്, പിന്നെ ഒരാൾ ഗൾഫിലാണ്. അപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2 പേര് മാറുന്നു. അതിന് പഞ്ചായത്തിൽ കത്ത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെയുള്ള വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. എന്നും വീഡിയോ ഇടണമെന്നാണ് എനിക്ക് അതെൻ്റെ മനസ്സിലെപ്പോഴും അങ്ങനെ ഒരു നിർബന്ധമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും എനിക്ക് ഇടണമെന്നുള്ളൊരു നിർബന്ധം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സുഖമില്ലാതിരുന്ന സമയത്ത് പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇന്നത്തെ രാവിലത്തെ ഫുഡിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുക്കാമെന്ന് വെച്ചത്. പിന്നെ രാവിലെ ഇവിടെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം വരുമ്പം മീൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം പിന്നും എന്തായിമ്മ എന്നിപ്പോൾ ഞാൻ ആദ്യത്തെ 2 തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി മാവേ ഉള്ളൂ. അപ്പം ഞാൻ
അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് നിനക്ക് ഞാൻ 3 ഉരുളയാക്കി തരാം. പറഞ്ഞു, നിങ്ങൾ എന്നെ അടുത്ത് തിന്നാതെ എനിക്ക് വേണ്ട, ആ ഉരുള നിങ്ങൾ തിന്നാതെ എനിക്ക് ഇടിയപ്പം തന്നാൽ മതി എന്ന് പറയുകയാണ് അവൻ. അങ്ങനെ അവൻ്റെ അടുത്ത് പറയുന്നത്, ആ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡിയായി, ഇതിന് കഴിച്ചുകൊണ്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അതാ ഇനി കറിയും കൂടെ ശരിയാവണം. അപ്പം അതിനിടയിൽ അവൻ ഒരുങ്ങാനായിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ്. ഇത്രയും തന്നെ എടുത്ത് തന്നത് എന്നെ വലിയ ഉപകാരമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ആയതുകൊണ്ട് അവൻ്റെ ഫോണിന് ഇത്തിരി വില കുറവുണ്ട്. ഇല്ലെങ്കിൽ കസ്റ്റമറും അവൻ്റെ ഷോപ്പിലെ പിന്നെ സ്റ്റാഫുകളും ഒക്കെ ഡൗട്ട് ചോദിക്കാനൊക്കെ വിളിക്കും. അപ്പം എപ്പോഴും അപ്പോൾ ഫോണിൽ പിന്നെ ഓർഡർ കൊടുക്കാനും അതിലൊക്കെ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് അവനങ്ങനെ ബുദ്ധിമുട്ടിപ്പോയില്ല, പറയക്കോയില്ല. ഇവിടെ വന്നാൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയമില്ല അവന്. ഇതുപോലെ ഓർഡർ കൊടുക്കും ഒക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 2 എണ്ണം ഈ എണ്ണ വീത്തി വയ്ക്കുന്ന 2 എണ്ണം വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഓരോന്നിൽ വീത്തി വെച്ചിരുന്നത്. ഇത് 2 എണ്ണം കൂടെ 350 രൂപയാണ്. പിന്നെ ചോപ്പർ, അത് ഞാൻ മുമ്പ് വാങ്ങിച്ച് എൻ്റെ വള്ളിയെല്ലാം കൂടെയൊക്കെ പൊട്ടി പല പങ്കായിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിന് ശേഷം വാങ്ങിച്ചില്ല. ഇപ്പം ഒരു 2 മാസത്തോളം ആയായിരുന്നു വാങ്ങിച്ചിട്ട്. പിന്നെ മറ്റേ സ്പൂൺ ഇട്ട് വയ്ക്കുന്നത് അതിന് 160 അത്രയും കണ്ടായിരുന്നു. ചോപ്പറിന് 180 അത്രയും കണ്ടായിരുന്നു തോന്നുന്നു, മറന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിക്കാനുള്ള ഇടിയപ്പം എടുക്കുകയാണ്. അപ്പം അവനെന്തായാലും വിടട്ടെ, ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ കാപ്പി കുടിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലെ വെളുപ്പാങ്കൽ ഇറങ്ങിപ്പോയതോ ഞാൻ നോക്കിയപ്പോൾ മതിലിൽ എന്തോ ഇതായിരിക്കും, കീരി അങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.